അക്ഷയതൃതീയയിൽ വാങ്ങുന്ന സ്വർണം ദാനം ചെയ്തില്ലെങ്കിൽ ഫലം ഐശ്വര്യഹാനിയും പാഴ്ചെലവുകളും കഷ്ടനഷ്ടങ്ങളുമായിരിക്കും. അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങി ഉപയോഗിക്കുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ ഐശ്വര്യം വരുമെന്ന് കേട്ട് ഭ്രമിച്ച് മോഹിച്ച് സ്വർണം വാങ്ങിയാൽ സ്വർണ്ണക്കടക്കാർക്ക് നല്ല കച്ചവടം കിട്ടും. പക്ഷെ അന്ന് സ്വർണം വാങ്ങുന്നവർക്ക് ഇപ്പോഴുള്ള ഐശ്വര്യം ഇല്ലാതാകും എന്നതാണ് ഫലം. പുരാണങ്ങളെല്ലാം എടുത്തു പറയുന്ന അക്ഷയതൃതീയയുടെ മഹത്വം അന്ന് ചെയ്യുന്ന ദാനഹോമാദികളാൽ ക്ഷയിക്കാത്ത അക്ഷയമായ പുണ്യം കിട്ടുമെന്നാണ്. നഷ്ടപ്പെട്ട സമ്പത്ത് വീണ്ടെടുക്കാനും ഐശ്വര്യം വർദ്ധിക്കാനും വേണ്ടത് പുണ്യതിഥിയായ അക്ഷയതൃതീയയിൽ ദാനം ചെയ്യലാണ്. അതായത് പുണ്യതിഥിയായ അക്ഷയതൃതീയയിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് പുണ്യം കൈവരിക്കാനാണ്. അന്യന് ഉപകാരപ്പെടുന്ന, അന്യൻ്റെ സങ്കടം പരിഹരിക്കാൻ ഉതകുന്ന പുണ്യകർമ്മങ്ങൾ, ദാനങ്ങൾ ചെയ്യണമെന്നാണ്. ദാനം കൊടുക്കുന്നയാളും സ്വീകരിക്കുന്നയാളും തമ്മിൽ അറിയാനും പാടില്ല. അതിന് മധ്യവർത്തിയായ ആത്മീയ ആചാര്യൻ മുഖേന വേണം ദാനം ചെയ്യുന്നത്. ഭക്തരുടെ ദാനധനം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാത്ത ആത്മീയ ആചാര്യനാൽ ദാനം നിർവഹിക്കപ്പെടണം. ഇങ്ങനെ ദാന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അക്ഷയതൃതീയയിൽ സ്വർണം ദരിദ്ര യുവതികളുടെ വിവാഹ ആവശ്യത്തിന് ദാനം ചെയ്താൽ ഐശ്വര്യം നേടാം.